നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നത് മുതൽ ഇന്ത്യക്ക് വമ്പൻ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് വിമർശകർ വരെ പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള വികസനത്തിന് പ്രതിരോധ മേഖലയിൽ, സാമ്പത്തിക മേഖലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, മോദിക്ക് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ 36 വർഷങ്ങൾക്ക് ശേഷം നാഗ്പൂരിലെ RSS കാര്യാലയം സന്ദർശിക്കാനായി മോദി എത്തുമ്പോൾ താൻ ഇനി സ്ഥാനമൊഴിയുകയാണ്, താൻ ഇനി ഏകാന്ത ജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന ഒരു സന്ദേശമാണ് വയ്ക്കുന്നത്. ഇന്നത് ഫട്നാവിസൊക്കെ അത് തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അത്തരത്തിലല്ല, അതിനു വേണ്ടിയിട്ടല്ല പോയതെന്നൊക്കെ. പക്ഷേ മോദി എന്ന് പറയുന്ന ഒരു ചങ്കുറപ്പുള്ള ഒരു നേതാവ് മുന്നിൽ നിന്ന് നയിക്കാനുള്ളത് കൊണ്ടാണ് ശത്രുക്കൾക്ക് പോലും ഇന്ത്യയെ തൊടാൻ ഭയം എന്ന് പറയുന്നത്. മോദിക്ക് ശേഷം ആര്, ഇത്ര ചങ്കുറപ്പോടെ ഭരിക്കാൻ ആര് എന്നൊരു ചോദ്യത്തിന് എന്തായിരിക്കും ഇന്ത്യ നൽകുന്ന ഉത്തരം? മോദി എന്ന് പറയുന്ന ഭരണാധികാരിയെ കണ്ടെത്തിയത് RSS തന്നെയാണല്ലോ. മാത്രമല്ല, ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളിൽ എല്ലായിടത്തും RSS വളരെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. RSSൻ്റെ ശതാബ്ദി വർഷം എന്നുവെച്ചാൽ 100 വർഷം തികഞ്ഞ ഈ കാലയളവിൽ RSS വിഭാവനം ചെയ്ത തരത്തിൽ ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു RSSൻ്റെ സയൻറ്റിഫിക് അജണ്ട എന്ന് പറയുന്നത്. അതിനനുസരിച്ച് കൃത്യമായിട്ട് ഓരോ ദിവസവും കാര്യങ്ങൾ ചെയ്ത് ഹോംവർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ ഒരു കണ്ടെത്തലാണ്, അതിൻ്റെ ഒരു മേക്ക് ഓവറാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്ക് പകരം ആര് എന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദിക്ക് പകരം പ്രളയം എന്ന് RSS ഒരിക്കലും പറയില്ല. RSSന് കൃത്യമായിട്ട് അജണ്ടകളുണ്ടാകും. RSSൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു കാര്യശേഷി, എഫിഷ്യൻസി, അതുപോലെ തന്നെ പെർഫോമിംഗ് കപ്പാസിറ്റി, അതൊക്കെയുള്ള ആളുകളെയാണ് RSS കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടെത്തുകയും ചെയ്യും എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷേ നരേന്ദ്രമോദിയെ പോലെ അതിന് വിജയിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളത് വരാൻ പോകുന്ന കാലം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും നിരവധി വർഷങ്ങൾക്ക് ശേഷം നാഗപ്പൂരിലെ RSS കാര്യാലയം സന്ദർശിച്ച സമയത്ത് നരേന്ദ്രമോദിക്ക് RSSനോട് എന്താണ് പറയാനുള്ളത് അത് അദ്ദേഹം കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇനി മുന്നോട്ട് പോകാനാവില്ല, ശാരീരികമായിട്ടും അതേപോലെ തന്നെ ഒരു പെർഫോമർ എന്ന നിലക്കും അദ്ദേഹത്തിന് ഉള്ള ദൗർബല്യങ്ങൾ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് കേദാർനാഥിലേക്ക് തൻ്റെ ഏകാന്ത ജീവിതത്തിനുമുള്ള തുടക്കമാണ്. ഈ ഭരണം അവസാനിക്കുന്ന സമയത്ത് എന്നെ ഒഴിവാക്കണം, പകരം പുതിയ ആളെ കണ്ടെത്തൂ എന്ന് ഉള്ള നിർദ്ദേശം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ശരിയാണ്, ഫട്നാവിസ് പറഞ്ഞു അതിനു വേണ്ടിയല്ല അദ്ദേഹം പോയിട്ടുള്ളത്. പക്ഷേ ഫട്നാവിസിൻ്റെ വളരെ ദുർബലമായ ഒരു ശബ്ദം മാത്രമാണ്. RSSൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അല്ലെങ്കിൽ BJPയുടെ പ്രമുഖരായ നേതാക്കൾ ആരും തന്നെ മോദിയുടെ ഈ തീരുമാനത്തെ എതിർക്കുകയോ മോദി പോയ കാര്യത്തെ ഇതിനു വേണ്ടിയിട്ടല്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മോദി നാഗപ്പൂരിലെത്തിയത് ഇത് പറയാൻ തന്നെയാണ് എന്നുള്ള കാര്യം കുറച്ചുകൂടി ശക്തമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ബലത്തോടുകൂടി ഉറപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. മോദിക്ക് ശേഷം പുതിയൊരു മേക്ക് ഓവർ തീർച്ചയായിട്ടും RSS നിർമ്മിക്കും. അത് എത്രമാത്രം മോദിയെപ്പോലെ എഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് അതിൻ്റെ പ്രകടനം കണ്ട് മാത്രമേ വിലയിരുത്താൻ കഴിയൂ. മാഷെ, ഈ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച്, എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് ലോകരാജ്യങ്ങൾ മുഴുവൻ സംസാരിക്കുന്നത് നരേന്ദ്രമോദി എന്ന പേര് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് മാത്രമാണ്. എല്ലാ രാജ്യങ്ങൾക്കും സ്വീകാര്യനായ ഒരു നേതാവായി നരേന്ദ്രമോദി മാറുന്നു. പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള നമ്മുടെ ബന്ധം, ഈ ശത്രു രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സമാധാന ചർച്ചയ്ക്ക് പോലും ഇന്ത്യയെ വിളിക്കുന്ന ഒരു ആ തരത്തിലൊക്കെ ഇന്ത്യ വളരെയധികം മാറി. അതിന് ശത്രുക്കൾ എത്രത്തോളം വിമർശനങ്ങൾ ഉന്നയിച്ചാലും ഇന്ത്യക്ക് വലിയ മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ഉൾപ്പെടെ കൃത്യമായ നിലപാടുകൾ, തീരുമാനങ്ങൾ, ഇപ്പോൾ അവർക്ക് അവരുടേതായ അജണ്ട ഉണ്ടാകാം. രാമക്ഷേത്രം BJPയുടെ ഒരു അജണ്ടയാണ്, അതവർ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു. ഇതുപോലെ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ തീവ്രവാദികളെ ഒരു തരത്തിലും നുഴഞ്ഞു കയറ്റാതെ ഇന്ത്യയെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ, ഇന്ത്യയെ ഇങ്ങനെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിവുള്ള ഒരു നേതാവ് ഇനി വാർത്തെടുക്കാൻ RSSന് കഴിയുമോ നരേന്ദ്രമോദിയെ പോലെ? അല്ല, RSS ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദിയെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന, എന്നുവെച്ചാൽ RSS എന്താ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു നേതാവിനായിരിക്കും RSS അന്വേഷിക്കുക. RSSൻ്റെ 10,000 കണക്കിന് വരുന്ന കേഡർ ലീഡേഴ്സിൽ നിന്നും
അതിനൊരാളെ കണ്ടെത്താൻ അവർ കഴിയും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ നമുക്കറിയാം എല്ലാ മനുഷ്യരും ഒരേപോലെ ആയിരിക്കില്ല. ഇല്ല. ഓരോ മനുഷ്യൻ്റെയും കപ്പാസിറ്റി വ്യത്യസ്തമാണ്, അതേപോലെ തന്നെ അവരുടെ പ്രകടനങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അവരെങ്ങനെയാണ് പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് കഴിയില്ല. പക്ഷേ RSS അതിനൊരു പദ്ധതി ഉണ്ടാക്കും. ആ പദ്ധതിക്ക് അനുസരിച്ചിട്ട് ഇവർ പ്രവർത്തിക്കണം എന്നുള്ളതാണ് RSSൻ്റെ കാഴ്ചപ്പാട്. അത് നടപ്പിലാക്കാനായിട്ട് കഴിയുന്ന ഒരു സംവിധാനം ഇപ്പോൾ യഥാർത്ഥത്തിൽ അതിന് നിലവിലുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്, തിരഞ്ഞെടുപ്പ് അജണ്ടകൾ നിശ്ചയിക്കുകയും ആ തിരഞ്ഞെടുപ്പ് അജണ്ടയുടെ കാലത്ത് അവർ മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രിക എന്താണോ, അതിലെന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, അതെല്ലാം കൃത്യമായി നടപ്പിലാക്കും. ചിലപ്പോൾ ചില മാസങ്ങൾ അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് സെക്ഷൻ മാറിപ്പോയേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അടുത്ത പാർലമെൻറ്റ് സെക്ഷനെങ്കിലും അവരെന്ത് ചെയ്യും, അവരുടെ അജണ്ട നടപ്പിലാക്കും. അങ്ങനെ നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ലോക രാഷ്ട്രീയത്തിന് എന്നുവെച്ചാൽ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനത്തിന് വലിയ തരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് ഏകാധിപത്യത്തിനും അതേപോലെ തന്നെ സ്വേച്ഛാധിപത്യത്തിനും വലിയ മേധാവിത്വം പുലർത്തുന്ന തരത്തിലേക്ക് നമ്മുടെ ലോക രാഷ്ട്രീയം റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. വലതുപക്ഷത്തിലേക്ക് നന്നായിട്ട് ചാഞ്ചാടി ട്രംപ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പുടിൻ അതിനേക്കാൾ വലിയ ഉദാഹരണമാണ്. ഇവർക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാളാണ് നരേന്ദ്രമോദി. എന്ന് വെച്ചാൽ അത്യാവശ്യം വേണ്ട സ്വേച്ഛാധിപത്യ സ്വഭാവ സവിശേഷത പുലർത്തുക എന്നത് വളരെ കൃത്യമായിട്ട് പാലിക്കപ്പെടുകയും അതുകൊണ്ട് ലോകത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രങ്ങളിൽ പല കാലത്തും ഇന്ത്യക്ക് ഇടപെടാനായിട്ട് പറ്റുന്നത് നരേന്ദ്രമോദിയിലൂടെ. ഇന്ത്യ എന്നതിനേക്കാൾ ഇന്ത്യക്ക് മുകളിലായി നരേന്ദ്രമോദി നിൽക്കുന്നു, റഷ്യക്ക് മുകളിലായി പുടിൻ നിൽക്കുന്നു, അമേരിക്കയ്ക്ക് മുകളിലായി ട്രംപ് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ലീഡേഴ്സിൻ്റെ ലോകമായിട്ട് ഇന്നത്തെ ലോകം മാറിയിട്ടുണ്ട്. ആ ലോകത്ത് അതിനൊപ്പം നിൽക്കാനായിട്ട് ശരിയാണ്, മുൻ പ്രധാനമന്ത്രിമാരെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്യാനെടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഒരു ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയും ഇതേപോലെ തന്നെ വളരെ പവർഫുള്ളായിരുന്നു, സ്വേച്ഛാധിപത്യ സ്വഭാവം പുലർത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ലീഡേഴ്സിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അവർക്ക് മാത്രമേ അവർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു ഇച്ഛാശക്തി പുലർത്താനായിട്ട് കഴിയുന്നുള്ളൂ. ഇത് നരേന്ദ്രമോദി മാറുമ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ BJP-യെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. കാരണം BJP അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മൂടുപടമെന്നോ മുഖപടമെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ആസൂത്രിതമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് RSS ആണ്. അപ്പോൾ ആ RSS എങ്ങനെയാണ് അടുത്തൊരാളെ മേക്ക് ഓവർ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നവരെയാണ് മെയ്ഡ് ഇൻ RSS എന്ന് പറയേണ്ടി വരുന്നത്. അങ്ങനെ RSSനകത്ത് നിർമ്മിക്കപ്പെട്ട അടുത്ത ഭരണാധികാരികൾക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ടുള്ള സന്ദേശമാണ് നാഗപ്പൂരിലേക്കുള്ള നരേന്ദ്രമോദിയുടെ യാത്ര എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇംപ്രിൻ്റ് പോലെയുള്ള മാഗസിനൊക്കെ അത് വളരെ നല്ല രീതിയിൽ വിശകലനം ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.